Hello everyone, welcome back. So today I have come up with another new session. Actually, we were discussing the helping verbs in my previous videos and I am planning to continue it. Today, let's just discuss how to speak about or how to talk about our habitual actions. നമ്മൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങൾ നമുക്കെങ്ങനെ പറയാമെന്ന് നമുക്കിന്ന് പഠിക്കാം. ഡെയിലി അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറുള്ള നമ്മുടെ ശീലങ്ങൾ. വി ഓൾ ഹാവ് ഗോട്ട് സർട്ടൻ ഹാബിറ്റ്സ്. നമുക്ക് എല്ലാവർക്കും ശീലങ്ങളുണ്ട്. റിഗാർഡിങ് വി വേക്കപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം, വി ഗോ ടു ടെമ്പിൾ, ഡ്രിങ്ക് കോഫി, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളുണ്ട്. നമ്മൾ ഇത്ര മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാറുണ്ട്, കോഫി കുടിക്കാറുണ്ട്, ഡെയിലി നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും പല പല ശീലങ്ങളുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, വി ഓൾ ഹാവ് കൺഫ്യൂസ്ഡ് ഹൗ ടു സ്പീക്ക് അബൌട്ട് അവർ ഹാബിച്വൽ ആക്ഷൻസ് പ്രോപ്പർലി. മലയാളത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് പറയാനറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ നമുക്കൊരു ഡൗട്ട് വരാം. സോ ടുഡേ വി ക്യാൻ ഫോക്കസ് ഓൺ ഹൗ ടു ടോക്ക് അബൌട്ട് അവർ ഹാബിച്വൽ ആക്ഷൻസ്. നമ്മുടെ ശീലങ്ങൾ നമ്മളെപ്പോഴും പ്രസൻറ്റിലാണ് പറയേണ്ടത്. അതായത് പ്രസൻറ്റിൽ ഉപയോഗിക്കുന്ന വേർബുകൾ ഉപയോഗിച്ചാണ് നമ്മളെപ്പോഴും നമ്മുടെ ശീലങ്ങൾ പറയേണ്ടത്. ദാറ്റ് ഈസ് V1 ഫോം. ലൈക്ക് വേർബുകൾക്ക് ഡിഫറെൻറ്റ് ഫോമുകളുണ്ട്. അതിലൊരു ഫോമാണ് V1. അതായത് പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുകളെയൊക്കെ V1 ഫോം എന്നാണ് പറയുക. അപ്പോൾ പ്രസൻറ്റിലാണ് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ പറയേണ്ടത്. So we must use V1 form to speak about your habitual actions. V1 forms എന്ന് പറഞ്ഞാൽ കം, ഗോ, ഈറ്റ്, ഡ്രിങ്ക്, അങ്ങനെ ഓരോ പ്രവൃത്തിയും കുടിക്കുക, പഠിക്കുക, പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് V1 ഫോംസിൽ വരുന്നത്. So let's take some Malayalam sentences, then we can try to translate it. First one is, ഞാൻ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അവർ എല്ലാ ഞായറാഴ്ചകളിലും അമ്പലത്തിൽ പോകാറുണ്ട്. നമ്മൾ സിനിമകൾ കാണാറുണ്ട്. അവൾ നന്നായി പാചകം ചെയ്യാറുണ്ട്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. മനു നന്നായി പഠിക്കാറുണ്ട്. നമുക്ക് ഇത്രയും സെൻറ്റൻസുകൾ ആദ്യം എടുക്കാം. ഇതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹാബിറ്റ്സ് എന്ന് പറയുക, നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കിനി നമ്മൾ പറഞ്ഞു ചെയ്യാറുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ V1 ഫോം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. V1 ഉപയോഗിച്ച് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഞായറാഴ്ചകളും ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്. ഇറ്റ് ഈസ് ഐ. ഇവിടെ പോവുക എന്നുള്ളതാണ് നമ്മുടെ verb. സോ they go to. ഇവിടെ wake എന്നതാണ് V1 എവറി എഴുന്നേൽക്കുക എന്ന V1 ഫോം മാത്രം. they go to temple on I wake up at 6 o'clock daily. പിന്നെ നമ്മൾ മൂവീസ് കാണാറുണ്ട്. നമ്മൾ സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ കാണുക എന്ന V1 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി we watch movies. ദെൻ അവൾ നന്നായി പാചകം ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്, അതായത് ഇറ്റ്സ് എ സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ ശീലങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ V1 വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്ത് വേണം സംസാരിക്കാൻ. ദാറ്റ്സ് എ റൂൾ. അപ്പോൾ അവൾ നന്നായി പാചകം ചെയ്യാറുണ്ട് എന്നതിന് വി കനോട്ട് സേ ഷീ കുക്ക് വെൽ. ആ കുക്ക് എന്ന വേർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ട് ഷീ കുക്സ് വെൽ എന്ന് പറയണം. അവൾ നന്നായി കുക്ക് ചെയ്യാറുണ്ട്. ഷീ കുക്സ് വെൽ. ദെൻ അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഹീ ഈസ് അനദർ സിംഗുലർ, നോട്ട് പ്ലൂറൽ, സിംഗുലർ സബ്ജക്റ്റ്. സോ ഹീ പ്ലേസ് ക്രിക്കറ്റ്. പ്ലേയുടെ കൂടെ നമ്മൾ ഒരു എസ് ആഡ് ചെയ്തിട്ട് ഹീ പ്ലേസ് ക്രിക്കറ്റ്. ദെൻ മനു നന്നായി പഠിക്കാറുണ്ട്. മനു സ്റ്റഡീസ് വെൽ. സ്റ്റഡീൻ്റെ കൂടെ നമ്മൾ ES ആഡ് ചെയ്തു. ചില വേർബുകളുടെ കൂടെ എസ് ആയിരിക്കും, ചിലതിൻ്റെ കൂടെ ES ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള ശീലങ്ങൾ പറയുമ്പോൾ സബ്ജക്റ്റ് ഐ ആൻഡ് പ്ലൂറൽ ആണെങ്കിൽ വെറും V1 മാത്രം യൂസ് ചെയ്താൽ മതി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ്, നെയിം ഒക്കെ വരുമ്പോൾ നമ്മൾ ആ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർത്തിട്ട് വേണം ചെയ്യാറുണ്ട് എന്ന് പറയാൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ്
ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കണം. നെഗറ്റീവിൽ ചെയ്യാറില്ല എന്ന് പറയണം. ഇപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ദീസ് ആർ പോസിറ്റീവ് സെൻറ്റൻസസ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നെഗറ്റീവ്, നമുക്ക് ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ സബ്ജക്റ്റ് ഐ ആൻഡ് പ്ലൂറൽ വരുമ്പോൾ ഡു നോട്ട് ഉപയോഗിക്കാം. ചെയ്യാറില്ല എന്ന് പറയാൻ ഡു നോട്ട് എന്ന വേർബ് യൂസ് ചെയ്യുക. വെൻ ദ സബ്ജക്ട്സ് ആർ ഐ ആൻഡ് പ്ലൂറൽസ്. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഐ ആൻഡ് പ്ലൂറലിൻ്റെ കൂടെ ഡു നോട്ട്. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഇറ്റ് വിൽ ബി ഡസ് നോട്ട്. നമ്മൾ ഐ വേക്കപ്പ് അറ്റ് 6 o'clock ഡെയിലിയിൽ നമുക്ക് നെഗറ്റീവ് ആക്കണം. അതായത് ഞാൻ ഡെയിലി 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. ഐ ആൻഡ് പ്ലൂറലിൻ്റെ കൂടെ ഡു നോട്ട് ആണ്. സോ ദ നെഗറ്റീവ് വിൽ ബി ഐ ഡു നോട്ട് വേക്കപ്പ് അറ്റ് 6 o'clock ഡെയിലി. ഞാൻ ഡെയിലി 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. ദാറ്റ് ഈസ് ഓൾസോ അവർ ഹാബിച്വൽ ആക്ഷൻ. നെക്സ്റ്റ്, ദേ ഡു നോട്ട് ഗോ ടു ടെമ്പിൾ ഓൺ സൺഡേയ്സ്. അവർ ഞായറാഴ്ചകളിൽ അമ്പലത്തിൽ പോകാറില്ല. വി ഡു നോട്ട് വാച്ച് മൂവീസ്. നമ്മൾ മൂവീസ് കാണാറില്ല. ഇങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റും ഐയും വരുമ്പോൾ നമ്മൾ ഡു നോട്ട് ഉപയോഗിച്ചു. ഇനി നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഷീ ആണ്. സോ ഷീ, ഹീ, ഇറ്റ്, നെയിം സിംഗുലർ വരുമ്പോൾ ഡസ് നോട്ട് ഉപയോഗിക്കുക. ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ സോ ദ സെൻറ്റൻസ് വിൽ ബി ഷീ ഡസ് നോട്ട് കുക്ക് വെൽ. അവൾ നന്നായി കുക്ക് ചെയ്യാറില്ല. ഹീ ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറില്ല. മനു ഡസ് നോട്ട് സ്റ്റഡി വെൽ. മനു നന്നായി പഠിക്കാറില്ല. It is very easy to construct a negative sentence, but you have to focus on the subject. With singular subject, we must use does not. With I and plural, do not. ചെയ്യാറില്ല എന്ന് പറയാൻ. Now we have to frame questions also. ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മൾ പഠിക്കണം. ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക. എന്തെങ്കിലും ചെയ്യാറുണ്ടോ. ക്വസ്റ്റ്യൻസിൻ്റെ കേസിലും എന്ത് ചെയ്യുക? വെൻ ദ സബ്ജക്ട്സ് ആർ ഐ ആൻഡ് പ്ലൂറൽ സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ് വിത്ത് ഡു. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ വിത്ത് ഡസ്. നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആൻഡ് ഐ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡൂലാണ് സ്റ്റാർട്ട് ചെയ്യുക. സിംഗുലർ ആണെങ്കിൽ ഡസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഡു യു വേക്കപ്പ് അറ്റ് 6 o'clock ഡെയിലി. നീ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഡു യു വേക്കപ്പ്. ഡു ദേ ഗോ ടു ടെമ്പിൾ എവറി സൺഡേ. അവരെല്ലാ ഞായറാഴ്ചയിലും അമ്പലത്തിൽ പോകാറുണ്ടോ? ഡു യു വാച്ച് മൂവീസ്. നിങ്ങൾ സിനിമകൾ കാണാറുണ്ടോ? ഡസ് ഷീ കുക്ക് വെൽ. ഇവിടെ ഷീ സിംഗുലർ ആണ്, അപ്പോൾ ഡസ്സിലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡസ് ഷീ കുക്ക് വെൽ. അവൾ നന്നായി കുക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡസ് മനു സ്റ്റഡി വെൽ. മനു നന്നായി പഠിക്കാറുണ്ടോ? അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഡസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്ലൂറൽ ആണെങ്കിൽ ഡൂവിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. അതിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. നെഗറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ഡു നോട്ട് ആൻഡ് ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുക. ചെയ്യാറില്ല എന്ന് പറയാൻ. അത് പ്ലൂറലിൻ്റെ കൂടെ ഡു നോട്ട്, സിംഗുലറിൻ്റെ കൂടെ ഡസ് നോട്ട്. ദെൻ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡൂവിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. സിംഗുലർ ആണെങ്കിൽ ഡസ്സിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. In this particular session, we can also discuss how to talk about completed actions. നമ്മൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞ കംപ്ലീറ്റഡ് ആക്ഷൻസ് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ V2 ഫോമാണ് ഉപയോഗിക്കുക. വേർബിൻ്റെ സെക്കൻഡ് ഫോം. അതായത് കം എന്ന വേർബിൻ്റെ V2 ഫോമാണ് കെയിം. ഗോ എന്ന വേർബിൻ്റെ V2 ഫോം ഇസ് വെൻറ്റ്. ഈറ്റ്, എയ്റ്റ്. അങ്ങനെ ഓരോ വേർബുകൾക്കും V1 ഫോമുകൾക്കും V2 ഫോമുകളുണ്ട്. അതായത് V2 ഫോംസാണ് നമ്മൾ പാസ്റ്റിൽ ഉപയോഗിക്കുക, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ എങ്ങനെ പറയും എന്ന് നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞു ഐ വേക്കപ്പ് അറ്റ് 6 o'clock ഡെയിലി. ഞാൻ ഡെയിലി 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? വേക്കിൻ്റെ V2 ഫോമായിട്ടുള്ള വോക്ക് യൂസ് ചെയ്യുക. ദെൻ ദ സെൻറ്റൻസ് വിൽ ബി ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock ടുഡേ.
ഇന്ന് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ദാറ്റ് ആക്ഷൻ ഈസ് ഓവർ. ഡെയിലി നടക്കുന്ന കാര്യമല്ല, തൊട്ട് മുന്നേ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അവർ അമ്പലത്തിലേക്ക് പോയി. അത് ഇറ്റ്സ് എ കംപ്ലീറ്റഡ് ആക്ഷൻ. സോ വി ക്യാൻ സേ ദേ വെൻറ്റ് ടു ടെമ്പിൾ. അവിടെ ഗോ എന്ന പോവുക എന്ന വേർബിൻ്റെ V2 ഫോമായിട്ടുള്ള വെൻറ്റ് നമ്മൾ ഉപയോഗിക്കുക. ബിക്കോസ് നമ്മൾ പോയി കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദേ വെൻറ്റ് ടു ടെമ്പിൾ. വി വാച്ച്ഡ് എ മൂവി. നമ്മളൊരു സിനിമ കണ്ടു. വാച്ചിൻ്റെ V2 ആണ് വാച്ച്ഡ്. ദെൻ അവൻ ക്രിക്കറ്റ് കളിച്ചു. ഹീ പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേഡ് V2 ഫോമാണ് പ്ലേഡ്. സോ കളിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്ലേഡ് യൂസ് ചെയ്യുക. ഷീ കുക്ക്ഡ് വെൽ. അവൾ നന്നായി കുക്ക് ചെയ്തു. കുക്ക്ഡ് ഇസ് ദ പാസ്റ്റ് ഫോം ഓഫ് കുക്ക്. മനു സ്റ്റഡീഡ് വെൽ. മനു നന്നായി പഠിച്ചു. Studied is the past form of study. So whenever you mention a completed action, we must use V2 form. നിങ്ങൾക്ക് V2 ഫോംസ് എല്ലാ വേർബുകളുടെയും അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. V1, V2, V3. ഇനി നമ്മളിതൊക്കെ ചെയ്ത് തീർത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. 6 മണിക്ക് എഴുന്നേറ്റു, അമ്പലത്തിൽ പോയി, ഫുഡ് കുക്ക് ചെയ്തു, ക്രിക്കറ്റ് കളിച്ചു എന്നൊക്കെ. ഇതിന് നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ട്. അതായത് നമ്മളിത് ചെയ്തില്ല എന്നും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഡിഡ് നോട്ട് എന്ന വേർബാണ്. ഹാബിച്വൽ ആക്ഷൻസിൽ നമ്മൾ ഡു, ഡസ് എന്ന ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ഉപയോഗിച്ചത്. പാസ്റ്റിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡ് നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിന്ന് 6 മണിക്കല്ല എഴുന്നേറ്റത് എന്ന് പറയാൻ ഐ ക്യാൻ സേ ഐ ഡിഡ് നോട്ട് വേക്ക് അപ്പ് അറ്റ് 6. ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വോക്ക് നമ്മൾ ഉപയോഗിക്കില്ല. ആ വോക്കിൻ്റെ V1 ഫോമായിട്ടുള്ള വേക്ക് മാത്രമേ ഉപയോഗിക്കൂ. ഓക്കെ, ഡിഡ് പ്ലസ് V1 ഫോം. നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ, നെഗറ്റീവ് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഡിഡ് നോട്ട് പ്ലസ് V1 ഫോം വേണം ഉപയോഗിക്കാൻ, വേർബിൻ്റെ V1 ഫോം. സോ ഐ ഡിഡ് നോട്ട് വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് അല്ല എഴുന്നേറ്റത്. ദേ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. അവർ അമ്പലത്തിലേക്ക് പോയില്ല. ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെൻറ്റ് ഉപയോഗിക്കരുത്. അതിൻ്റെ V1 ഫോമായിട്ടുള്ള ഗോ ഉപയോഗിക്കുക. വി ഡിഡ് നോട്ട് വാച്ച് എ മൂവി. നമ്മളൊരു മൂവി കണ്ടില്ല. ഡിഡ് നോട്ട് പ്ലസ് വാച്ച്. വാച്ച് ഇസ് ദ V1 ഫോം. ഷീ ഡിഡ് നോട്ട് കുക്ക് വെൽ. അവൾ നന്നായി കുക്ക് ചെയ്തില്ല. ഹീ ഡിഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. മനു ഡിഡ് നോട്ട് സ്റ്റഡി വെൽ. മനു നന്നായി പഠിച്ചില്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഡ് നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ V2 ഫോംസ് ഉപയോഗിക്കരുത്. ആ വേർബിൻ്റെ V1 ഫോം വേണം യൂസ് ചെയ്യാൻ. ദെൻ അബൌട്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുവാണ്. സോ സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ് വിത്ത് ഡിഡ്. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഡിഡ് എന്ന വേർബിലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെയും ഡിഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേർബിൻ്റെ V1 ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഡിഡ് യു വേക്ക് അപ്പ് അറ്റ് 6 o'clock ടുഡേ. നീ ഇന്ന് 6 മണിക്കാണോ എഴുന്നേറ്റത്? ഡിഡ് ദേ ഗോ ടു ടെമ്പിൾ. അവർ അമ്പലത്തിൽ പോയോ? ഡിഡ് യു വാച്ച് എ മൂവി. നീ ഒരു മൂവി കണ്ടോ? ഡിഡ് ഹീ പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചോ? ഡിഡ് ഷീ കുക്ക് വെൽ. അവൾ നന്നായി കുക്ക് ചെയ്തോ? ഡിഡ് മനു സ്റ്റഡി വെൽ. മനു നന്നായി പഠിച്ചോ? ഈ ഡു, ഡസ്, ഡിഡ് ഈ 3 ഓക്സിലറി വേർബ്സ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഗോ, കം, ഈറ്റ്, ഡ്രിങ്ക് അങ്ങനെ പ്രസൻറ്റ് ഫോം ഉപയോഗിക്കുക. എന്നിട്ട് അത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡു നോട്ട്, ഡസ് നോട്ട് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻസിൽ ഡു അല്ലെങ്കിൽ ഡസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക, ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മൾ V2 ഫോം ഉപയോഗിക്കുക വേർബിൻ്റെ. അതിൻ്റെ നെഗറ്റീവിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻസ് ഡിഡിൽ സ്റ്റാർട്ട് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് പെർട്ടിക്കുലർ സെഷൻ ഇസ് ക്ലിയർ ടു യു. ഐ വിൽ ബി ബാക്ക് വിത്ത് the continuation of these helping verbs. Take care.